ഇത് സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ സർക്കാരിന്റെ എന്തെങ്കിലും സഹായം സ്വീകരിച്ച് ചെയ്യുന്നതോ ആയ ഒരു മത്സരാധിഷ്ഠിത വ്യവസ്ഥ നിലനിൽക്കുന്ന ഒന്നല്ല. ഒരു കമ്പനി ഞങ്ങൾക്കിവിടെ ഒരു മദ്യ ഫാക്ടറി തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതി ഉണ്ട് എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയാണ്. അത് നിലവിലെ മദ്യനയത്തിനും മാനദണ്ഡങ്ങൾക്കും അനുകൂലമായ അവസ്ഥയിൽ അനുമതി കൊടുക്കുന്നു എന്നുള്ള രീതിക്കാണ് സർക്കാർ അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ 77 മുതൽ ഇങ്ങോട്ട്, ക്ഷമിക്കണം, 99 മുതൽ ഇങ്ങോട്ട് മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ 2022-23 മാറിയിട്ടുണ്ട് മദ്യനയം. അതിലെ ആമുഖമടക്കം വായിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. പിന്നെ ഈ ഡിസ്റ്റിലറികളുടെയും ബ്രൂവറികളുടെയും ഒക്കെ കണക്കെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. 10-7 കോൺഗ്രസിന്റെ കാലത്താണ്, 2 ബ്രൂവറികളും UDFന്റെ കാലത്താണ്. അന്നൊന്നും ഇല്ലാത്ത ധാർമ്മിക പ്രശ്നം എങ്ങനെ ഇപ്പോഴുണ്ടായി എന്ന് അടക്കം ചോദിക്കുന്നുമുണ്ട്. ശ്രീ ജ്യോതികുമാർ ചമക്കാൽ കേട്ടിട്ടുണ്ടാകുമല്ലോ. അത് കൃത്യമായ മറുപടി പറയാം. താങ്കൾ ചോദിച്ചത് നന്നായി. അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു 99 സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങിയതിന് ശേഷം കൊടുത്തിട്ടുള്ള 3 വ്യവസായ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, 2000 2 ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ടിലിംഗ് പ്ലാന്റ് കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് 98 കൊടുത്തിട്ടുള്ള ആ പ്ലാന്റിൻ്റെ ഫൈനൽ ഉത്തരവിറങ്ങി അതിന് സാങ്ഷൻ കൊടുത്ത് അതിന് ലൈസൻസ് നൽകിയത് 2000 അത് പൂർത്തീകരിച്ച് വന്ന വർഷമാണ്. അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് 2003 മലബാർ ബ്രൂവറിക്ക് ബിയർ നിർമ്മാണത്തിലുള്ള അനുമതി നൽകി, 2022 മലബാർ ഡിസ്റ്റിലറിക്ക് ബ്ലെൻഡിംഗ് യൂണിറ്റ് നിർമ്മിക്കാൻ അനുമതി നൽകി. വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം ഇത് 2 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. മലബാർ ബ്രൂവറിയും മലബാർ ഡിസ്റ്റിലറിയും ഒക്കെ സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളാണ്. ഇവിടെ സ്വകാര്യ മേഖലയിൽ വരുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, ആരൊക്കെയോ എഴുതി കൊടുക്കുന്ന എന്തൊക്കെയോ വായിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമില്ലെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ സ്വകാര്യ മേഖലയിൽ വരുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് ടെൻഡർ വിളിക്കണം. ഞാൻ അതിലേക്ക് വരുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു വാചകത്തിലേക്ക് നമുക്ക് അതിലൂടെ വരാം. എന്താ പറഞ്ഞത്? മത്സരാധിഷ്ഠിത വ്യവസായമല്ല ഇത് എന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത്, അല്ലേ? എന്തായിരുന്നു 1999 ഇത്തരത്തിൽ ഇനി ബ്രൂവറിയോ ഡിസ്റ്റിലറിയോ സംസ്ഥാനത്ത് തുടങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കാൻ കാരണം? അവിടെ 1998 ഇവിടെ ഇത്തരത്തിൽ അപേക്ഷകൾ വന്നപ്പോൾ 5 പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഈ 5 പേർക്ക് ലഭിക്കുകയും ബാക്കിയുള്ളവർക്ക് ലഭിക്കാതെ വന്നപ്പോൾ പിന്നെ നിരവധി ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സർക്കാരിൻ്റെ നിലപാട് തേടി അല്ലെങ്കിൽ കൊടുക്കാൻ വിധിച്ചപ്പോൾ സർക്കാർ വിനോദ് റായിയെ, നമുക്കറിയാമല്ലോ, അദ്ദേഹത്തെ സംബന്ധിച്ച് നന്നായിട്ടറിയാം, അന്നത്തെ ടാക്സ് സെക്രട്ടറിയാണ്. വിനോദ് റായിയെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ചുമതലപ്പെടുത്തി. വിനോദ് റായി അത് പഠിച്ചതിന് ശേഷം ഇനി സംസ്ഥാനത്ത് ഇത് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങിയത്. അപ്പോൾ അവിടെ ആയിക്കൊണ്ടാണല്ലോ. കേട്ടോളൂ, 2018 ഒരാൾക്കാണോ കൊടുത്തത്? ബ്രൂവറി ഡിസ്റ്റിലറി വിവാദം വന്നപ്പോൾ താങ്കളും ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടല്ലോ. 5 സ്ഥാപനങ്ങൾക്കല്ലേ കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? അപ്പോൾ മത്സരാധിഷ്ഠിതമല്ലേ? ഇനി ആ 5 സ്ഥാപനങ്ങളിൽ ഒരാൾ പോലും ഇപ്പോൾ ഇതിന് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ? അവരാരും അറിഞ്ഞിട്ടില്ലെന്നേ. നിങ്ങളൊരു നോട്ടീസ് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ച ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടോ? അല്ല, ഇത് പറയുന്നത് 2018 2018 ശേഷം 4 വർഷത്തിന് ശേഷം സർക്കാരിന്റെ മദ്യനയം മാറി എന്ന് ജനങ്ങൾ എങ്ങനെ അറിയില്ലേ? വ്യവസായികൾ എങ്ങനെ അറിയും? ആർക്കും അറിയില്ലേ? മദ്യനയം വരുമ്പോൾ അവരത് പഠിക്കില്ലേ? മദ്യനയം വരുന്നതിന്റെ പിറ്റേന്ന് രാവിലെ പിന്നെ ബാഗ് എടുത്ത് കഷ്ടം 2022 ഞാൻ പറഞ്ഞത് മനസ്സിലാക്കൂ താങ്കൾ. അതിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ മത്സരാധിഷ്ഠിത വ്യവസായമാണ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് തർക്കമില്ലാന്ന് ഞാൻ 2 കാരണങ്ങളിലൂടെ തെളിയിച്ചു. അതങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് മത്സരാധിഷ്ഠിത വ്യവസായമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സർക്കാർ പശ്ചാത്തലം ഒരുക്കുമ്പോഴാണ് ഒരു ഫെയർ പ്ലേക്കുള്ള ഗ്രൗണ്ട് സർക്കാർ ഉണ്ടാക്കേണ്ടത്. ഇതൊരു കമ്പനി വെച്ച പ്രപ്പോസൽ. താങ്കൾ പറഞ്ഞ വാചകമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. ഇതൊരു മത്സരാധിഷ്ഠിത സാഹചര്യം ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വ്യവസായമല്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അതിലേക്കാണ് വന്നത്. അപ്പോൾ പിന്നെ 99 എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങാനിടയായ സാഹചര്യം 100 കണക്കിന് ആപ്ലിക്കേഷൻസ് വന്നതുകൊണ്ടാണ്. 2018 ആരോടും ആലോചിക്കാതെ ഒരു അപേക്ഷയുമില്ല 5 പേർക്ക് ഒന്നിച്ച് കൊടുത്തതുകൊണ്ടാണ്. അപ്പോഴും വേറെ ആവശ്യക്കാരുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോഴും ഒരാൾക്ക് മാത്രം കൊടുക്കുന്നു. അത് എപ്പോഴാണ് അപേക്ഷിച്ചതെന്നോ എങ്ങനെയാണ് അപേക്ഷിച്ചതെന്നോ എപ്പോഴാണ് ഒരു അപേക്ഷ ക്ഷണിച്ചാൽ എന്താ പ്രശ്നം? ഞങ്ങൾ ഡിസ്റ്റിലറി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്, സർക്കാർ തയ്യാറാണ്. എന്താണ് തെറ്റ്?